എന്റെ കൂടെ കുറച്ച് ഉണ്ടക്കുട്ടന്മാരുണ്ട് കേട്ടോ, എല്ലാവരും നോക്കിയേ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കൈകാര്യം ചെയ്യാം. രാത്രി കാലത്ത് ഒരു കള്ളന് പോലും വീട്ടിലോട്ട് കയറാനൊക്കില്ല. ഇവർക്ക് ചൂട് ഒരു പ്രശ്നവുമില്ല. ഇത് സാധാരണക്കാരല്ല, ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ലോകപ്രശസ്ത അതിവേഗ കാർട്ടൂണിസ്റ്റ് ജിതേഷിന്റെ അടുത്താണ്. ജിതേഷ് നമസ്കാരം. നമസ്കാരം. ഇത് കാണുന്ന ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഇത് ഏത് ബ്രീഡാണ്? ഇതാണ് റോയൽ രാജപാളയം, രാജകീയ രാജപാളയം എന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിരുദുനഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കുറിച്ച് വളരെ ഫേമസ് ആയല്ലോ, വെടിക്കെട്ട് അപകടം നടന്നേ. ആ വിരുദുനഗർ തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ്. ആ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് രാജപാളയം. അവിടെ നിന്നുള്ള ഡോഗ്സ് ആണ് രാജപാളയം. ഇത് വെള്ളം നിറത്തി മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതിന്റെ കളറ് സാധാ വെള്ളയല്ല, ഒരു പ്യൂർ അല്ല, നല്ല വെള്ള, വെള്ള. അപ്പൊ ഇതിനെ ഒറിജിനലിനെ കിട്ടാൻ ഇച്ചിരി പാടാണ്. ഒറിജിനൽ രാജപാളയം എങ്ങനെ അറിയാൻ പറ്റും? ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിങ്ക് നോസ് ആയിരിക്കും, അതുപോലെ മുല്ലപ്പൂമൊട്ട് പോലുള്ള പല്ലുകളായിരിക്കും. ഇത് ചെവിയുടെ കണ്ടോ, റോസ് കളർ, വെള്ളം ഒന്ന് നനച്ച് നോക്കാൻ ശരിക്കും റോസ് ആയിരിക്കും. നഖമെല്ലാം വൈറ്റ് ആയിരിക്കും. പലരും രാജപാളയം എന്ന് പറഞ്ഞിട്ട് പ്യൂർ അല്ലാത്തതിനെയൊക്കെ കൊടുത്ത് ആളുകളെ പറ്റിക്കാറുണ്ട്. പക്ഷെ ഇത് ഒറിജിനൽ DNA ടെസ്റ്റ് വരെ നടത്തിയുള്ള പേരൻസിന്റെ കുഞ്ഞുങ്ങളാണ്. ഒന്നും വേണ്ട, ഇവന്മാര് ഇരിപ്പ് കണ്ടാ അറിയാം, വേട്ടപ്പെട്ടി ഇരിക്കുന്ന പോലെ ഇരിപ്പ് കണ്ടത്. ഇത് വെറും 25 ദിവസം ആകുന്നേ ഉള്ളൂ, 25 ആയില്ല, 25 ദിവസം ആകുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഡിൻഡിൽഡ് സ്പീഷീസ് ആയിരുന്നു, വംശനാശം വന്നുകൊണ്ടിരുന്ന ഒരു സ്പീഷീസ് ആയിരുന്നു. അങ്ങനെ ഡിൻഡിൽഡ് സ്പീഷീസിനെ സംരക്ഷിക്കുക എന്നുള്ള ഇതാണ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് വർഷമായിട്ട് എക്കോസോഫി സെന്റർ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഡോഗ് ബ്രീഡ് ഇത് നശിച്ചു പോകാതെ അതിന്റെ വംശവർദ്ധന നടത്തുക എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥ പ്രചിന് അറിയാമല്ലോ, എന്തോ ചൂടാണ് ഇപ്പൊ തന്നെ, എന്തോ ചൂടാണ്. അപ്പൊ ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു കുഴപ്പമുണ്ട്. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പ്രായമായവർക്കൊക്കെ ഈ ചൂട് താങ്ങാനൊക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഫോറിൻ ഡോഗ്സ് ഹീറ്റ് സ്ട്രോക്ക് വന്ന് അങ്ങ് ചത്തുപോകുക, ഹാർട്ട് അറ്റാക്ക് വന്നു, ലാബ്രഡോർ ചാവുന്നു, അമേരിക്കൻ പുള്ളി ചാവുന്നു. ഇങ്ങനെ ചൂട് സഹിക്കാനൊക്കാതെ ഫോറിൻ ഡോഗ്സ് പലതും ചാവുന്നു. പക്ഷെ അന്നേരം ഇവർക്ക് ഒരു കുഴപ്പമില്ല. ഇവർക്ക് ചൂട് ഒരു പ്രശ്നവും. കാര്യം ഇത് ഇന്ത്യൻ ബ്രീഡ് ആണല്ലേ? അതെ, ഇന്ത്യൻ ബ്രീഡ്, ഇൻഡിജീനിയസ് തദ്ദേശീയമായ ഡോഗ് ബ്രീഡ്. എന്താണ് ആ പേര് വരാൻ കാര്യം? രാജപാളയം. രാജപാളയം ആ സ്ഥലത്തിന്റെ പേരാ, ആ സ്ഥലത്തിന്റെ പേരാണ്. അത് മാത്രമല്ല ഇത് ബ്രിട്ടീഷുകാരെ കുതിരപ്പട്ടാളത്തെ തോൽപ്പിച്ച ബ്രീഡാണ്. ഇത് പുലിയുടെ വേഗത്തിൽ ഓടുന്ന ബ്രീഡാണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ബ്രിട്ടീഷ് കുതിരപ്പട്ടാളത്തിന്റെ കാലൊക്കെ കടിച്ചു മുറിച്ച്, അതുകൊണ്ട് ബ്രിട്ടീഷുകാരെന്ന് ഒത്തിരി എണ്ണത്തിനെ വെടിവെച്ച് പോകുന്നു. അതാണ് വംശനാശത്തിന് കാരണമായത്. പിന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് പ്രസംഗത്തിനകത്ത് ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചു കേട്ടോ, മൻ കി ബാത്തിനകത്ത്. അങ്ങനെയൊക്കെ ഇത് വളരെ ഫേമസ് ആയി വന്നു. 25 ദിവസമായുള്ളൂ. അതെ, 25 ദിവസമേ ആയിട്ടുള്ളൂ. നമ്മൾ 40 ദിവസമായിട്ടേ ഇത് ആളുകൾക്ക് കൊടുത്തു. പക്ഷെ ഇതെല്ലാം ബുക്ക്ഡ് ആണ്. എല്ലാം തന്നെ ഇതിലെ ഒരു കുഞ്ഞു പോലും ഇല്ല. ഇവർ ഈ ഗാർഡിംഗ് ഒക്കെ എങ്ങനെയാ ഇവര് വലുതായി കഴിയുമ്പോൾ? ശരിക്കും പറഞ്ഞാൽ നല്ല ഗാർഡിംഗ് ആണ്. രാത്രി കാലത്ത് ഒരു കള്ളന് പോലും വീട്ടിലോട്ട് കയറാനൊക്കില്ല. ഇന്നിപ്പോ CCTVയുടെ പ്രശ്നം എന്താ അറിയോ? CCTV ഒക്കെ തല്ലിപ്പൊട്ടിച്ച് അല്ലെങ്കിൽ CCTVയുടെ ഈ കൊണ്ട് കാര്യമായ പ്രയോജനം ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. കള്ളന്മാർക്ക് CCTV എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. പക്ഷേ ഇതിലെ 2 രാജപാളയം, ഇപ്പൊ ഒരു ഡോഗ് ഉള്ളതുകൊണ്ടും കാര്യമില്ല, 2 ഡോഗ് ഉണ്ടെങ്കിൽ ഒരു കള്ളനും കയറത്തില്ല. ഒന്നും ഇവര് മാത്രം മതി. രാജപാളയത്തെ ഓടി രക്ഷപ്പെടാനൊക്കത്തില്ല രാജപാളയത്തിനടുത്ത്. അതുപോലെ 6 അടി പൊക്കത്തുള്ള മതിലെടുത്ത് പോലും എടുത്തിയാടി കള്ളനെ പിടിച്ചു. വയറൊക്കെ അങ്ങ് പോകും. അതെ, ഇത് പുലിയുടെ കൂട്ടാണ് ഇതിരിക്കുന്നത്. ഇത് എത്ര ദൂരം വേണേലും തളരാതെ ഓടുന്ന ബ്രീഡാണ്. അപ്പൊ കള്ളന്മാർക്ക് ഓടി രക്ഷപ്പെടാനും ഒക്കത്തില്ല. അതുപോലെ കാട്ടുപന്നി ശല്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അവിടെയൊക്കെ ഇവരുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. കാട്ടുപന്നിയെ ഓടിച്ചിട്ട് പിടിക്കും. എന്നാൽ ഇത് അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഇല്ലതാനും. നമ്മളിപ്പോ റോട്ട് വൈലറിനെയും നമ്മളൊക്കെ റോട്ട് വൈലറിനെ വളർത്തും, അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കടിക്കുമെന്ന് പേടിക്കണ്ട. ഉടമസ്ഥനെയോ ബന്ധുക്കളെയോ ഒന്നും അങ്ങനെ ഉപദ്രവിക്കത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കൈകാര്യം ചെയ്യാം. അപ്പൊ ഇത് വേണമെന്നുള്ളവർ എന്താ വിളിച്ച് ബുക്ക് ചെയ്യണമല്ലോ? വേണമെന്നുള്ളവർ ഓടി വന്നാൽ കൊടുക്കാനില്ല. കാര്യം എന്താ വെച്ചാൽ എല്ലാ 6 മാസം കൂടുമ്പോഴും ഒന്നും ഈ രാജപാളയം പ്രസവിക്കത്തില്ല. അപ്പൊ വേണമെന്ന്, അത് മാത്രമല്ല ആവശ്യക്കാർ ഒരുപാടാണ്, നൂറുകണക്കിന് ആളുകളാണ് ദിവസവും. ഇവിടെ പ്യുവർ ബ്രീഡിനെ മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് നൂറുകണക്കിന് ഫോൺ കോളുകൾ ദിവസം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫോൺ വിളിച്ച് അത് തന്നെ റാൻഡമായിട്ടേ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യാം. അപ്പൊ നേരത്തെ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്താൽ 2-3 മാസം കൊണ്ട് നമ്മൾ കൊടുക്കും. ഓരോ ലിറ്റർ വരുന്നത് നമ്മൾ കൃത്രിമമായിട്ട് നാച്ചുറലായിട്ട് ഉള്ളതേ ഉള്ളൂ, നമ്മൾ ബ്രീഡർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നാച്ചുറലായിട്ട് ബ്രീഡായി വരുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് മകൻ നിരഞ്ജൻ, അവനിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞു. അവനാണ് ഈ രാജപാളയത്തെ എല്ലാം നോക്കുന്നത്. ഈ നിരഞ്ജനെ ഈ രാജപാളയത്തെ നോക്കാൻ ഏൽപ്പിക്കേണ്ട കാര്യം എന്താ അറിയാം? ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഈ മൊബൈൽ അഡിക്ഷൻ ആണ്. ഈ മൊബൈൽ അഡിക്ഷൻ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും നല്ല പോംവഴി എന്താ പറയുക? അവർക്ക് ഒരു പെറ്റ്സിനെ വാങ്ങിച്ചു കൊടുത്താൽ മതി, അവരതിനെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നോളൂ. അപ്പം മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് മദ്യത്തിന്റെ ലഹരിയേക്കാൾ വലിയ
ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ലഹരിയാണ് മൊബൈൽ പുതിയ തലമുറയുടെ മൊബൈൽ അഡിക്ഷൻ. അപ്പൊ മൊബൈൽ അഡിക്ഷൻ നിരഞ്ജനില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ ഇതൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണ്. മാത്രമല്ല ഒരു സ്നേഹമുണ്ട്. മൊബൈൽ അഡിക്ഷനിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി, അതുപോലെ സഹജീവി സ്നേഹം നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ പെറ്റ്സിനെ വളർത്തുക എന്ന് പറയുന്നത്.